ഹരി സാർ നമസ്കാരം. PC ജോർജിനെ 14 ദിവസത്തെ കസ്റ്റഡിയിലാണ് ഇന്ന് കോടതി വിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് 6 മണി വരെ പോലീസിന്റെ കസ്റ്റഡിയിലും വിട്ടിട്ടുണ്ട്. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ 14 ദിവസവും. പക്ഷേ ചോദ്യം ഉയരുന്നത് PC ജോർജിനെ പിടിക്കാൻ കാണിച്ചിട്ടുള്ള അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കാൻ കാണിച്ചിട്ടുള്ള ഒരു തിടുക്കമുണ്ടല്ലോ. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടത് 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണം, മറ്റു പല കാര്യങ്ങളുമുണ്ട് എന്നൊക്കെയാണ് വാദങ്ങൾ ഉയർന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള പല പ്രസ്താവനകൾ, ഏറ്റവും ഒടുവിലായിട്ട് പാലക്കാട് നിന്ന് വന്നിട്ടുള്ള ഒരു വാർത്ത, അതായത് യഹിയ സിൻവറിൻ്റെയും ഈ പറയുന്ന പോലെ ഇസ്മായിൽ ഹനിയുടെയൊക്കെ ഫോട്ടോ ആനപ്പുറത്ത് വെച്ചുകൊണ്ട് വലിയ ആഘോഷം നടത്തിയ ആളുകൾ, ഹമാസിനെയും അതുപോലെ ഈ വലിയ ഹൂത്തികൾ പോലുള്ള തീവ്രവാദ സംഘടനകളൊക്കെ ന്യായീകരിക്കുന്ന ആളുകൾ, ഇവർക്കൊക്കെ ഒരു പ്രശ്നവുമില്ലാതെ കേരളത്തിൽ നിൽക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ മറ്റൊരു ഭാഗത്ത് PC ജോർജ് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുന്നതിൻ്റെ പുറത്ത് അദ്ദേഹം പിന്നീട് മാപ്പ് പറഞ്ഞു. അത്തരത്തിലൊരു നാക്കുപിഴ സംഭവിച്ചാൽ പോലും അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഒരു തുല്യനീതി കാണുന്നില്ല. സാർ എങ്ങനെയാണ് ഈ കാര്യത്തിൽ നോക്കിക്കാണുന്നത്? ആക്ച്വലി PC ജോർജ് അദ്ദേഹം ഇപ്പോ ഇന്ന് കോടതിയിൽ കീഴടങ്ങുകയുണ്ടായത്. അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അദ്ദേഹം ജനുവരിയിലാണെന്ന് തോന്നുന്നു ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുകയും ആ ചാനൽ ചർച്ചയിൽ അദ്ദേഹം സംസാരിച്ച അദ്ദേഹത്തിന്റെ ഒരു പൊതു ശൈലി എങ്ങനെയാണ്, ഇപ്പൊ നമ്മള് MM മണി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് ഒരു നാടൻ ഭാഷ, നാടൻ പ്രയോഗം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് PC ജോർജ്. അദ്ദേഹം കൃത്യമായിട്ട് വെട്ടി തുറന്ന കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം ആ ഒരു ചാനൽ ചർച്ചയുടെ ഇടയിൽ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ തീവ്രവാദികളാണ് എന്നും അവരാണ് തീവ്രവാദം ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന് വേണ്ടതായിട്ടുള്ള വളം ഇട്ടുകൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു പരാമർശം നടത്തുകയും അതിനെതിരെ എനിക്ക് തോന്നുന്നത് യൂത്ത് ലീഗിന്റെ മറ്റേ പ്രവർത്തകർ ഈരാറ്റുപേട്ട കേസ് ഫയൽ ചെയ്യുകയും പരാതി കൊടുക്കുകയും അങ്ങനെ ഈരാറ്റുപേട്ട പോലീസ് 3 വകുപ്പുകൾ ചേർത്തിട്ടാണ് മറ്റേ PC ജോർജിനെതിരെ FIR ഇട്ടിട്ടുള്ളത്. അത് ഭാരതീയ ന്യായ സംഹിത 196 വകുപ്പ്, അതുപോലെ തന്നെ 299 വകുപ്പ്, ദെൻ കേരള പോലീസ് ആക്ടിന്റെ 120 വകുപ്പ്, അങ്ങനെ 3 വകുപ്പ് ചേർത്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഈ വകുപ്പുകൾ എന്ന് പറയുന്നത് വളരെ രസകരമാണ്. ഒന്നാമത്തത് രണ്ട് റിലീജിയനുകൾ തമ്മിൽ അല്ലെങ്കിൽ 2 ഗ്രൂപ്പുകൾ തമ്മിൽ സ്പർദ്ധ, റയട്ട് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാക്കി എന്നുള്ളതാണെങ്കിൽ, രണ്ടാമത്തത് ഒരു റിലീജിയനെ അവരുടെ മതചിഹ്നങ്ങളെയോ മതത്തിന്റെ വിശ്വാസങ്ങളെയോ ഹനിക്കുക വഴി വേദനപ്പെടുത്തി അല്ലെങ്കിൽ നോവിച്ചു. മൂന്നാമത്തത് സാമൂഹികമായിട്ടുള്ള ക്രമസമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചു. ഇങ്ങനെ 3 വളരെ അത്യാവശ്യം തരക്കേടില്ലാത്ത വകുപ്പുകൾ ഇട്ടിട്ടാണ് PC ജോർജിനെതിരെ കേസ് എടുത്തിട്ടുള്ളത്. അപ്പോ ഇപ്പൊ പോലീസിന്റെ നടപടിക്ക് ഏറ്റവും വേഗം കൂട്ടിയത് എന്താണെന്ന് വിചാരിച്ചാൽ, PC ജോർജ് ഈ കംപ്ലൈന്റിന് എഗെയിൻസ്റ്റ് ആന്റിസിപ്പേറ്ററി ബെയിലിന് പോയിരുന്നു, കോട്ടയം സെഷൻ കോടതിയിലും പിന്നീട് ഹൈക്കോടതിയിലും. അങ്ങനെ ഹൈക്കോടതിയിൽ അദ്ദേഹത്തിന്റെ ആന്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷൻ കേൾക്കുന്ന സമയത്ത് വാക്കാലാണെങ്കിലും അതുപോലെ തന്നെ അത് തള്ളിക്കൊണ്ട് ജഡ്ജിമെന്റിലാണെങ്കിലും അവിടുത്തെ ജഡ്ജി പറഞ്ഞ ചില വാചകങ്ങൾ അല്ലെങ്കിൽ ചില പോയിന്റ്സ്, അപ്പോ ഇദ്ദേഹം ഇതിനു മുമ്പും ഇപ്പൊ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിലും അതുപോലെ തന്നെ കൊച്ചിയിലാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു വെണ്ണാലയിലോ മറ്റോ നടന്ന ഒരു ഒരു ഫംഗ്ഷനിലുമാണ് അദ്ദേഹം ഇതുപോലെ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള കമന്റുകൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോ പ്രീവിയസ് ഹിസ്റ്ററി, അദ്ദേഹം അങ്ങനെ സ്ഥിരമായിട്ട് ഇത് പറയുന്ന ആളാണ് എന്നും, അപ്പൊ അദ്ദേഹത്തിന് ഇനി അങ്ങനെ ഒരു കമന്റ് പറയരുത് എന്ന് പറഞ്ഞിട്ടാണ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ആ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു PC ജോർജ് എന്ന് പറഞ്ഞിട്ടാണ് പ്രോസിക്യൂഷൻ അദ്ദേഹത്തിനെതിരെ ഈ ആന്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷൻ തള്ളാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷൻ വാദിച്ചത്. അത് അംഗീകരിച്ചുകൊണ്ടാണ് കോടതി അദ്ദേഹത്തിനെതിരെ ആന്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷൻ തള്ളുകയും അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് തുടരാൻ പോലും അർഹനല്ല എന്നുള്ള രീതിയിലുള്ള ഒരു കമന്റ് കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നത്. കോടതി അത് പറയാൻ അർഹനാണോ അല്ലെങ്കിൽ കോടതിക്ക് അങ്ങനെ അത്തരത്തിലുള്ള രീതിയിലേക്ക് ഇതിനെ കാണേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെ ഒരു ചോദ്യമാണ്. പക്ഷെ ഓൾ ടുഗദർ PC ജോർജ് ഇത്തരത്തിലുള്ള സ്ഥിരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്ന ഒരാളായി മാറി എന്നുള്ള രീതിയിലാണ് ഇപ്പോ കോടതി ആയാലും ശരി പോലീസ് സംവിധാനങ്ങളായാലും നീങ്ങുന്നത്. പക്ഷേ ഇതെന്ത് കോണ്ടെക്സ്റ്റിലാണ് അദ്ദേഹം പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത്.
കാരണം നമുക്ക് പല അഭിപ്രായങ്ങളും പറയാനുണ്ടാവാം. ആ അഭിപ്രായങ്ങൾ പറയുന്ന കോണ്ടെക്സ്റ്റ് വളരെ എന്താ പറയാ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഇപ്പൊ അങ്ങ് തന്നെ സൂചിപ്പിച്ച പോലെ ലോകത്ത് എവിടെയും ഉണ്ടാവില്ല ആനപ്പുറത്ത് ഹമാസ് നേതാക്കന്മാരുടെ ചിത്രവും പിടിച്ചുകൊണ്ട് ഘോഷയാത്ര നടത്തുന്ന ഒരു അവസ്ഥ. അപ്പോ അത് ഈവൻ പലസ്തീനിൽ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ അത്തരത്തിലുള്ള തരത്തിൽ നമ്മളുടെ സംസ്ഥാനത്ത് പരിപാടികൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ ആക്ഷനുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഇവന്റുകൾ നടക്കുമ്പോൾ പലപ്പോഴും ഇങ്ങനത്തെ കമന്റുകളൊക്കെ അതിന് അനുയോജ്യമായിട്ട് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് പറയേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു മേജർ ആയിട്ടുള്ള ഇഷ്യൂ. നോക്കൂ, ഫസൽ ഗഫൂർ ആയിക്കോട്ടെ, അവിലും മലരും കുന്തിരിക്കവും വീട്ടില് മേടിച്ചു വെച്ചോളൂ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റേ വളരെ വിവാദപരമായിട്ടുള്ള ആലപ്പുഴയിലെ റാലി ആയിക്കോട്ടെ, ഇനി ഉമർ ഫൈസി മുക്കമായിക്കോട്ടെ, ഇവരൊക്കെ നടത്തുന്ന വളരെ വിദ്വേഷജനകമായിട്ടുള്ള ഇപ്പൊ 1921 കത്തി അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല, ഞങ്ങൾ സൂക്ഷിച്ചെടുത്തു വെച്ചിട്ടുണ്ടെന്ന് ഇതേപോലെയുള്ള ഒരു മറ്റേ ചാനൽ ചർച്ചയിൽ പറഞ്ഞതാണ് ശ്രീമാൻ ഫസൽ ഗഫൂർ. അപ്പൊ അദ്ദേഹത്തിനെതിരെയൊക്കെ എന്ത് നടപടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ വിവേചനം എന്ന് പറയുന്നത്, ഇപ്പൊ PC ജോർജ് പറഞ്ഞതിനെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കുകയല്ല. കാരണം മുസ്ലിം കമ്മ്യൂണിറ്റീനെ അങ്ങനെ അടച്ച് നമുക്ക് ഫുള്ളായിട്ട് ഈ പറയുന്ന പോലെ അവര് തീവ്രവാദ മറ്റേ കമ്മ്യൂണിറ്റി ആണെന്നൊന്നും പറയാൻ കഴിയില്ല. നമ്മുടെ നാട്ടില് ജീവിക്കുന്ന മെജോറിറ്റി ഓഫ് മുസ്ലിംസും നമ്മളുടെ ദേശസ്നേഹികളും അതുപോലെ തന്നെ സാമൂഹിക അന്തരീക്ഷത്തില് വളരെ സമാധാനപരമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അതിലുള്ള ഒരു ചെറിയ വിഭാഗം, ആ ചെറിയ വിഭാഗം ചെയ്യുന്ന പൊള്ളരുതാത്തരങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റിനെ മുഴുവൻ പഴി കേൾക്കേണ്ടി വരുന്നത് ആ ചെറിയ വിഭാഗത്തെ തള്ളിപ്പറയാൻ ഈ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ തയ്യാറാവുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അവിടെയാണ് ഇതിന്റെ പ്രശ്നം കിടക്കുന്നത്. ഇപ്പൊ ഇന്ന് ലേറ്റസ്റ്റ് ഞാൻ വായിച്ചൊരു ന്യൂസ് ഉണ്ട്. കോങ്കോ എന്ന് പറയുന്ന സ്ഥലത്താണ് ആഫ്രിക്കയിലെ കോങ്കോയില് ഈ ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ആൾക്കാര് ഏതാണ്ട് 60-80 വരുന്ന ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ വളരെ പൈശാചികമായിട്ട് കഴുത്തറത്ത് കൊന്നു, അല്ലെങ്കിൽ കഷ്ണം കഷ്ണാക്കിയിട്ട് കൊന്നു. അപ്പോ അതിനെ അപലപിക്കാൻ അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് പറയാൻ ഈ പറയുന്ന മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ മുന്നിലോട്ട് വന്നാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ആ മതത്തിലെ ചെറിയൊരു വിഭാഗമാണ് ഇത് ചെയ്യുന്നത് എന്ന്. അത്തരത്തിലുള്ള ഒരു അങ്ങനെ അതിനെ തള്ളിപ്പറയാനും ഇത് ശരിയല്ല എന്ന് പറയാനും അങ്ങനെ പറയുന്ന ആൾക്കാർക്കെതിരെ നടപടിയെടുക്കുവാനും പലപ്പോഴും ഇങ്ങനെ ഫ്രീ ആയിട്ട് മുസ്ലിം മതത്തിൽപ്പെട്ട ആൾക്കാർ മുന്നിലോട്ട് വരുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും ഇവരെ എല്ലാവരെയും നമുക്ക് ഇങ്ങനെ പ്രതിക്കൂട്ടിൽ നിർത്തി ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ PC ജോർജിനെ പോലെയുള്ള ആൾക്കാർക്ക് പറയേണ്ടി വരുന്നത്. അതാണ് ഞാൻ ഈ പറയുന്ന കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോ ഈരാറ്റുപേട്ടയിലായാലും ശരി, ഇപ്പൊ പാലക്കാട് അങ്ങ് പറഞ്ഞ പോലെയുള്ള പ്രശ്നത്തിലായാലും ശരി, ഇനി ഇസ്രായേൽ ഹമാസിനെ ആക്രമിക്കുമ്പോ മറ്റേ ഇവിടെ ഹർത്താൽ നടത്തുക, മദനിക്ക് വേണ്ടിയിട്ട് വാദിക്കുക, അതിനുവേണ്ടി പ്രമേയം പാസ്സാക്കുക, ഇവിടെയുള്ള PFI പോലെയുള്ള മറ്റേ ആന്റി നാഷണൽ എലിമെന്റുകൾക്ക് വേണ്ടതായിട്ടുള്ള മറ്റേ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക, അവർക്കെതിരെ ഇത്തരത്തിൽ പരാതികൾ വരുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ തന്നെ അത് അവസാനിക്കുക, അന്വേഷണമില്ല, കേസ് അന്വേഷണമില്ല, അല്ലെങ്കിൽ അറസ്റ്റ് ഇല്ല, കസ്റ്റഡി ഇല്ല, ഒന്നുമില്ലാതെ അത് വളരെ സിമ്പിൾ ആയിട്ട് പോകുമ്പോ ഒരു നാക്കുപിഴയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ പോലെയുള്ള ഒരു പൊതുപ്രവർത്തകന് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. കാരണം ഏതാണ്ട് 40 വർഷത്തെ പൊതുപ്രവർത്തന പരിചയമുള്ള ചരിത്രമുള്ള അനവധി തവണ 5-6 തവണ പൂഞ്ഞാറിൽ നിന്ന് MLA ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ അത് അദ്ദേഹം തന്നെ അഡ്മിറ്റ് ചെയ്യുകയും അങ്ങനെ ഒരു നാക്കുപിഴ സംഭവിച്ചതാണെന്ന് പറയുകയും അങ്ങനെ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയും ആരെങ്കിലും ഏതെങ്കിലും ആളുകൾക്ക് അത് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ക്ഷമാപണം നടത്തുകയും ചെയ്ത സ്ഥിതിക്ക് പിന്നീട് അതിന്റെ പുറത്ത് ഇത്രയും വലിയ വകുപ്പുകൾ ചേർത്ത് ഏതാണ്ട് 3 വകുപ്പുകൾ ചേർത്ത് കൃത്യമായിട്ട് നടപടിയെടുക്കുകയും മറ്റേ ബെയിൽ അപ്ലിക്കേഷൻ തള്ളിയ മുറയ്ക്ക് വീട്ടിലേക്ക് പോലീസിനെ വിട്ട് ഒരു ഇന്റർനാഷണൽ കുറ്റവാളിയെ അല്ലെങ്കിൽ ഒരു പിടികിട്ടാപ്പുള്ളിയെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വിവേചനപരമാണ് എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. PC ജോർജ് കുറച്ചും കൂടെയൊക്കെ മറ്റേ മിതത്വം പാലിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശമുണ്ട്. പക്ഷെ അത് മറ്റുള്ള ഒരു എൻറ്റയർ കമ്മ്യൂണിറ്റിയെ ഇത്തരത്തിലുള്ള വിഷമസ്ഥിതിയിലേക്ക് തള്ളിവിട്ടുകൊണ്ടാവരുത്. അപ്പൊ അദ്ദേഹത്തിന് ഈ പറയുന്ന എന്താ പറയാ
പറഞ്ഞതിന്റെ പേരിൽ നേരിടുന്ന നടപടികൾ തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രേരിത മാത്രമാണ് എന്നാണ് എന്റെ അഭിപ്രായം. അതല്ലാത്ത പക്ഷം ഇവിടെ അത്തരത്തിലുള്ള മറ്റേ ഈ അഭിപ്രായങ്ങൾ പറയുന്ന എല്ലാവർക്കും എതിരെ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ക്ലിയർ ആയിട്ടുള്ള നടപടിയായിട്ട് കാണാം. പക്ഷെ അത് PC ജോർജിനെ മാത്രം ഉന്നം വെക്കുമ്പോൾ, അല്ലെങ്കിൽ BJP-യുടെ നേതാക്കന്മാരെ മാത്രം ഉന്നം വെച്ചിട്ട് അവർക്കെതിരെ ഇത്തരത്തിലുള്ള കള്ളക്കേസുകൾ എടുത്ത് അവരെ പിന്തുടരുമ്പോൾ, വിടാതെ പിന്തുടരുമ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമായിട്ട് മാത്രം കാണാനേ സാധിക്കുകയുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായിട്ടും കൃത്യമാണ്, വ്യക്തമാണ്, അങ്ങ് പറഞ്ഞതിലെല്ലാം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും മുജാഹിദ് ബാലുശ്ശേരിയെ പോലുള്ള ആളുകളൊക്കെ വലിയ രീതിയിലുള്ള വർഗീയത പറയുമ്പോഴും അവരൊക്കെ സേഫായി നിൽക്കുന്നിടത്ത് ഈ PC ജോർജിൻ്റെ വായിൽ നിന്ന് ഒരു നാക്കുപിഴ സംഭവിച്ചപ്പോൾ അദ്ദേഹം അതിനെ മാപ്പ് പറഞ്ഞിട്ട് പോലും അദ്ദേഹത്തെ ഈ രീതിയിൽ ക്രൂശിക്കുന്നതിനെതിരെയാണ് എല്ലാവരും സംസാരിക്കുന്നത് എന്നും മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു നല്ല മാറ്റം സമൂഹത്തിൽ ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഈ ചർച്ചയുമായി സഹകരിച്ചതിൽ ഒരുപാട് നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.